ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ബൈക്കിൻ്റെ ഓയിൽ സർവീസാണ്. അപ്പോൾ എങ്ങനെയാണ് ബുള്ളറ്റിൻ്റെ സർവീസ് വീട്ടിൽ തന്നെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഓയിൽ മാറാൻ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ ഇതുകൊണ്ട് റിഞ്ചാണ്. ഇതിനകത്ത് 8, 12, 19 എന്നീ ബോക്സ് നമുക്ക് ആവശ്യമുണ്ട്. വണ്ടി നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാട്ടർ സർവീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കാദ്യം തന്നെ പഴയ ഓയിൽ കളക്ട് ചെയ്യാൻ ഇതുകൊണ്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 19ൻ്റെ ബോക്സ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ മെയിൻ ഡ്രൈനേറ്റ് ഊരിയെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡ്രൈനേറ്റ്. വളരെ സാവകാശം നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ വണ്ടി ഓടിയിട്ട് വന്ന് നമുക്ക് ദൂരാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ ചിലപ്പം ഓയിൽ ചൂടായിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിനടുത്ത് വരുന്ന പ്രൈമറി ഫിൽറ്റർ ക്യാപ്പ് ഊരിയെടുക്കാം. അപ്പോൾ ഈ ഫിൽറ്റർ ക്യാപ്പ് അഴിക്കാനായിട്ട് നമുക്ക് 2 നട്ട് അഴിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ 8ൻ്റെ ബോക്സ് ഇട്ടാണ് അഴിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒരു നട്ട് അഴിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. ബ്രേക്ക് ലിവറെ പോയി തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രേക്ക് ലിവർ ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു നട്ട് അഴിച്ചത്. നിങ്ങളുടെ കയ്യിൽ 8ൻ്റെ റിംഗ് സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ലിവർ റിമൂവ് ചെയ്യാതെ തന്നെ ഇത് അഴിച്ചെടുക്കാൻ പറ്റും. ഇതിനകത്തൊരു മെറ്റലിൻ്റെ ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിൽ കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ ഊരിയെടുത്ത് അവർ ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇനി എഞ്ചിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് വരുന്ന സെക്കൻഡറി ഡ്രെയിൻ പ്ലഗ് കൂടെ നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ മാറ്റാനായിട്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് അഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാപ്പ് അസംബ്ലി നിൽക്കുന്നത് ഒരു സ്പ്രിംഗ് ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നട്ട് അഴിച്ചെടുക്കുമ്പോൾ 3 നട്ട് നമ്മൾ ഒരു പോണ കഴിച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരെണ്ണം അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സബ് അസംബ്ലിക്ക് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 3 സാവകാശം നമ്മൾ അഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ഫില്ലർ ക്യാപ്പ് ഊരിയെടുത്തിട്ട് കുറച്ച് നേരം ഡ്രൈൻ ആവാൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വാങ്ങിയ പുതിയ ഫിൽറ്റർ ദാണ്ട് ഇതുപോലൊക്കെ വൃത്തിയുള്ളൊരു കപ്പിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് പുതിയ ഓയിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഓയിലിനകത്ത് ഈ ഫിൽറ്റർ മുങ്ങിക്കിടക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ബുള്ളറ്റിന് ഉപയോഗിക്കുന്ന ഓയിൽ ഗ്രേഡ് 15W15 ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഊരിയെടുത്ത ഡ്രൈനേറ്റ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഡ്രൈനേറ്റിന്റെ മാഗ്നറ്റിലെല്ലാം നല്ലതായിട്ട് മെറ്റലിന്റെ പീസുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലൊരു തുണിയിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് മെറ്റലിന്റെ ഫിൽറ്റർ വരുന്ന മെയിൻ ഡ്രെയിൻ ക്യാപ്പ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മെറ്റലിന്റെ ഫിൽറ്ററിലൊക്കെ നല്ലതായിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അല്പം പെട്രോളൊക്കെ ഒഴിച്ചിട്ട് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്ത് വലിയ അഴുക്കില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഓയിലിൻ്റെ ക്യാപ്പോടെ ക്ലീൻ ചെയ്തെടുക്കാം. ഓയിലിൻ്റെ ക്യാപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓറിങ്ങൊക്കെ ഊരി നല്ലതായിട്ട് ക്ലീൻ ചെയ്തിടണം. ഓറിങ്ങിന് എന്തെങ്കിലും പൊട്ടലോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓറിങ് മാറ്റിയിടുകയും വേണം. ഇനി നമുക്ക് പഴയ ഉണക്കാനെ ഡ്രൈനായിട്ടെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഡ്രൈനായിട്ട് ഇടുന്ന ഭാഗങ്ങളെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് പഴയ ഉണക്ക എല്ലാ നട്ടുകളും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ത്രെഡ് വെട്ടിപ്പോകും. ഇനി ഓയിൽ ഫിൽറ്റർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പഴയ ഓയിലൊക്കെ നല്ലതായിട്ട് തുടച്ചെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്ററിനോട് വരുന്ന പുതിയ ബെയറിങ് ആദ്യം ഇട്ട് കൊടുക്കാം. അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് ഓയിൽ ഫിൽറ്റർ ഇട്ട് കൊടുക്കാം. അതിന് തൊട്ട് പുറകെ അടുത്ത ബെയറിങ്ങും വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് വെച്ച് അടച്ചു കൊടുക്കാനായിട്ട്. ക്യാപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ നട്ടും ഒരുപോണൊക്കെ ടൈറ്റ് ചെയ്ത് പോകാനായിട്ട്. ഒരെണ്ണം ആദ്യം ടൈറ്റ് ചെയ്തിട്ട് രണ്ടാമത് അടുത്ത് ടൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഫൈനലി നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലൊരു ചോർപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതുപോലൊരു ചോർപ്പ് ഉപയോഗിച്ചാൽ ഓയിൽ പുറത്തുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓയിലെല്ലാം ഒഴിച്ച ശേഷം നമുക്ക് ഓയിൽ ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതോടൊപ്പം വണ്ടിയുടെ എയർ ഫിൽറ്റർ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബുള്ളറ്റിൻ്റെ നോർമൽ ഓയിൽ സർവീസ്. അപ്പോൾ ഇതോടൊപ്പം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.